കേരളത്തിൽ 55% പോളിംഗ് ആണ് ഏറ്റവും പുതിയതായി രണ്ടാം ഘട്ടത്തിന്റെ ഇതുവരെയുള്ള സമയത്തേക്ക് എത്തുമ്പോൾ 55% പോളിംഗ് ആണ് ശതമാന കണക്കുകളിലായി എത്തുന്നത്. യന്ത്ര തകരാറുകൾ എന്ന ഒരു കറുത്ത പൊട്ട് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിങ്ങിന്റെ രണ്ടാം ഘട്ടത്തിലുണ്ടായി എന്നതും ഗൗരവതരമായി രാഷ്ട്രീയമായും നിയമപരമായും ഒക്കെ ചർച്ച ചെയ്യേണ്ട വിഷയം കൂടിയാണ്. തീർച്ചയായും റഹീം ഇത്തരത്തിലൊരു സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു. അട്ടിമറിക്കുള്ള കേന്ദ്രങ്ങൾ ആസൂത്രിതമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടവ ഒന്ന്. ഒരുപക്ഷേ രാഷ്ട്രീയമായി ഏറ്റവും അനുകൂലമായി നിൽക്കുന്നുവെന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുന്നു, മറ്റ് നിങ്ങൾക്കെതിരുള്ളവർ അഭിപ്രായപ്പെടുന്നു. BJP SNDPയും ഒക്കെ മൂന്നാം മുന്നണിയായി ശക്തിപ്പെടും അല്ലെങ്കിൽ ശക്തി തെളിയിക്കും എന്ന് അഭിപ്രായപ്പെടുന്നു. പക്ഷെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കൂടി ചർച്ച ചെയ്യുമ്പോൾ ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായത് അടക്കമുള്ളവ ഒരു ചർച്ചയ്ക്ക് തന്നെ എത്തേണ്ടതല്ലേ? ഒരുപക്ഷെ രാഷ്ട്രീയത്തിന് അതീതമായൊരു നൈതിക പ്രശ്നം കൂടി അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നില്ലേ? അല്ലാണ്, അതിനകത്ത് രാഷ്ട്രീയ പ്രശ്നമല്ല, അതൊരു അല്ലാതെയുള്ള പ്രശ്നമാണ്. ഇനി അത് രാഷ്ട്രീയ പ്രശ്നമാണോ എന്നത് അട്ടിമറിയെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം എന്തായാലും നടക്കുമല്ലോ. അന്വേഷണം എന്തായാലും CPM ഉൾപ്പെടെയുള്ള സംഘടനകൾ, LDFന്റെ നേതാക്കളൊക്കെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കുമ്പോൾ രാഷ്ട്രീയമുണ്ടോ, എന്താണ് അട്ടിമറി ആയിരുന്നെങ്കിൽ അട്ടിമറിയുടെ പിന്നിലെന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം സ്വാഭാവികമായ വെളിപ്പെടുത്തലും അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളും ഉണ്ടാകും. പക്ഷേ ഇവിടെ നമ്മൾ അടിയന്തരമായി ചെയ്യേണ്ടത് ഇത് സംബന്ധിച്ച് റീപോളിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും ഇനിയും പ്രശ്നങ്ങൾ തകരാറിൽ നിൽക്കുന്ന സ്ഥലത്ത് മണി ഇപ്പോൾ 2:30 കിടക്കുകയാണ്. ഇനിയും തുടർന്ന് ഒരു റീപോളിംഗ് മാത്രമാണ് സാധ്യത. അപ്പോൾ എന്തായാലും തന്നെയും അത് സംബന്ധിച്ച് ഗൗരവമാണ്. കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ഞാൻ നേരത്തെ പരാമർശിച്ചു, കേരളം ജനാധിപത്യത്തെ വളരെ പോസിറ്റീവായി കാണുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് ഒരു മതിപ്പുളവാക്കുന്ന കാര്യങ്ങളല്ല ഇതെന്തായാലും ഉണ്ടായത്. സ്വാഭാവികമായും അത് സംബന്ധിച്ചുള്ള നല്ല ചർച്ചകളും വിശകലനങ്ങളും അതോടൊപ്പം തന്നെ അതിലുപരി സമഗ്രമായ അന്വേഷണം, എന്താണ് അതിൻ്റെ പിന്നിൽ സംഭവിച്ചത്, ഇനി അബദ്ധത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് എങ്കിൽ അങ്ങനെ ഒരു അബദ്ധം ഇനി ആവർത്തിക്കാതിരിക്കാൻ ഒക്കെ ശക്തമായ നിലപാടുകളും നടപടികളും കേരളം പോലൊരു സംസ്ഥാനം എടുക്കേണ്ടതാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും ആവശ്യമാണ് എന്ന നിലയിൽ അതിനെ കാണണമെന്നുള്ളതാണ് ഞാനതിനോട് പറയുന്നത്. മുൻവിധികളോടെ ആ വിഷയത്തെ ഞങ്ങൾ സമീപിക്കുന്നില്ല. പിന്നെ ഈ കേരളത്തിൽ ഇത് എന്തു തന്നെയായാലും കേരളത്തിലിപ്പോൾ ഇന്നിപ്പോൾ മഴയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ പെരുമഴക്കാലത്തേക്ക് വോട്ടർമാരെ കൊണ്ട് എറിഞ്ഞു കൊടുത്തത് പോളിംഗ് ബൂത്തിൽ പലയിടത്തും രാവിലെ നല്ല വെള്ളം കയറുന്നുണ്ടായിരുന്നു. വിഷ്വലുകൾ നമുക്കത് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് തെരഞ്ഞെടുപ്പിനെ നീട്ടിയത് തന്നെ അതിൻ്റെ തന്നെ ഉത്തരവാദി യഥാർത്ഥത്തിൽ UDF ആണ്. മഴ പെയ്തതിൻ്റെ ഉത്തരവാദിത്വം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ മഴക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പിനെ വലിച്ചെറിഞ്ഞു കൊടുത്തത് UDF ആണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിനോട് UDF ആത്മാർത്ഥമായൊരു സമീപനമല്ല തെരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പ് മുതൽ ആദ്യം മുതൽ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും കേരളത്തിലെ സജി ജോസഫ് അതിലേക്ക് തന്നെ തീർത്തു പോകാം, ചർച്ചയിൽ ആരോപണങ്ങൾ തീർത്തു പോകാം. സജി ജോസഫ് അതിലേക്ക് തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും സർക്കാരുമായി യുദ്ധത്തിലേർപ്പെടേണ്ട അവസ്ഥ സംജാതമായതെങ്ങനെ? അത്തരം സമീപനങ്ങളൊക്കെ ഇലക്ഷനിൽ അപക്വമായ ചില നിലപാടുകൾ രൂപപ്പെടുത്താൻ സഹായകമായി അല്ലെങ്കിൽ രൂപപ്പെടുത്താൻ കാരണമായി എന്നൊക്കെയാണ് റഹീമിനെ പോലെയുള്ളവർ വിശ്വസിക്കുന്നത്. LDF അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നു. സജി ജോസഫ്, ഇവിടെ തെരഞ്ഞെടുപ്പ് നീണ്ടുപോകാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് വളരെ വിശദമായ ചർച്ച ഇതിനകം തന്നെ ഇവിടെ കേരളത്തിൽ നടന്നു കഴിഞ്ഞു. മുൻപ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോഴും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് 1 മാസം നീട്ടിവെക്കാനുണ്ടായ സാഹചര്യം നമുക്കറിയാം. കോടതി ഇടപെടലുകൾ ഉണ്ടായ സാഹചര്യത്തിലാണ് അത് ഉണ്ടായത് എന്നുള്ളത് അറിയാം. ഞാൻ അതിലേക്ക് കൂടുതലായി ഒരു ചർച്ചയിലേക്ക് പോകുന്നില്ല. നേരത്തെ ശ്രീ റഹീം ഇവിടെ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണത്തിന് എനിക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ശ്രീ ഹനീഫയുടെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ റഹീം പറഞ്ഞ കാര്യങ്ങൾ വളരെ എനിക്ക് അതിനകത്തൊരു തമാശയായിട്ട് തോന്നുന്നു. ഒരു ഹനീഫയുടെ വധത്തിൻ്റെ പേരിൽ CPM കാണിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ റഹീം ഇവിടെ ഉയർത്തിയ അത് ഒരു മുതലക്കണ്ണീര് മാത്രമേ നമുക്കത് കാണാൻ കഴിയുള്ളൂ. കാരണം കേരളത്തിൽ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താണ് അവകാശമുള്ളത്? മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അക്രമ രാഷ്ട്രീയത്തെ മാറ്റിയിരിക്കുകയാണ്. മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചും അങ്ങനെ ഒരു ആക്ഷേപം കേരളത്തിൽ BJPയെക്കുറിച്ചുണ്ട്. പക്ഷേ അക്രമ രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താക്കളായി അറിയപ്പെടുന്നതും അത് മനസ്സിലാക്കുന്നതും മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പോലും കണ്ണൂരിൽ ഇന്നലെ UDFൻ്റെ ഒരു പ്രവർത്തകൻ അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ UDFൻ്റെ ഏറ്റവും ഉയർന്ന ഒരു നേതാവ്, CPMകാർക്ക് പോലും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു നേതാവ് കുഞ്ഞി എന്ന് പറയുന്ന KV കുഞ്ഞി എന്ന് പറയുന്ന തളിപ്പറമ്പിലെ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനെ അതിക്രൂരമായി അതിമൃഗീയമായി അവിടെ കൊലപ്പെടുത്തിയ ഒരു സംഭവം
ഉണ്ടായിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ സ്ഥാനാർത്ഥികൾക്കെതിരെ അക്രമം ഉണ്ടായിരിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ കുടുംബത്തിന് നേരെ അക്രമം ഉണ്ടായിരിക്കുന്നു. അവിടെ ബോംബും കണ്ണൂരിൽ അതുപോലെ തന്നെ മാരകായുധങ്ങൾക്കുന്ന ഒരു പാർട്ടിയായി കുടിൽ വ്യവസായം പോലെ കണ്ണൂർ ജില്ലയിൽ ഈ ബോംബ് നിർമ്മാണം മാർക്സിസ്റ്റ് പാർട്ടി മാറ്റിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെയും കൊലപാതക രാഷ്ട്രീയത്തിൻ്റെയും വക്താക്കളായി നിൽക്കുന്ന, അതിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പിലും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ഹനീഫയുടെ ഒരു വധം, ആ ഒറ്റപ്പെട്ട ഒരു സംഭവം അത് ഉയർത്തിക്കാട്ടി ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അക്രമത്തെ ഒരിക്കലും കോൺഗ്രസ് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഹനീഫയുടെ വധത്തിലാണെങ്കിൽ പോലും അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അക്രമകാരികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഒരിക്കലും കോൺഗ്രസിന് അത് കാണിക്കാൻ കഴിയില്ല. എല്ലാ കാലഘട്ടങ്ങളിലും അതായത് സജി ജോസഫ് അതാണ്ട് എ റഹീമിന് എന്തോ പറയണമെന്ന് തോന്നുന്നു. എ റഹീം നിങ്ങളും കുറഞ്ഞ പക്ഷക്കാരല്ല എന്നാണ് സജി ജോസഫ് ഒറ്റപ്പെട്ട സംഭവമായി എങ്ങനെയാണ് ഞാനതല്ലേ എണ്ണി പറഞ്ഞത്. താങ്കൾ ഇത് തന്നെയാണ് നേരത്തെയും പറഞ്ഞത്. ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്നും നിങ്ങൾ ഒരു പ്രത്യാരോപണം ഉന്നയിച്ച് മാറുകയാണ് ചെയ്തത്. അത് നിങ്ങൾ കുറെ കാലമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണമാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഒറ്റപ്പെട്ട സംഭവമായി ഹനീഫ എങ്ങനെ കാണും? ഞാൻ തൃശ്ശൂരിൽ എന്താണ് റഹീം അതാണ് പ്രശ്നം. ഇവിടെ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? കണ്ണൂർ ജില്ലയിൽ മാത്രമാണോ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അക്രമ കേസുകളിൽ കൊലപാതക കേരളത്തിൽ ഒരു രാഷ്ട്രീയ കൊലപാതകത്തെയും ന്യായീകരിച്ചുകൊണ്ടല്ല ഈ സംസാരിക്കുന്നത്. സ്വാഭാവികമായും രാഷ്ട്രീയമായി ഉണ്ടാകുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും അപ്രതീക്ഷിതമായ പല സംഭവങ്ങളിലേക്കും കടന്നുപോയിട്ടുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. അത് എല്ലാ കൂട്ടരും അതിൽ പിന്മാറേണ്ടതാണ്. അതിൽ സംശയമില്ല. പാർട്ടിയുടെ നിലപാടും അത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ നോക്ക്, ചന്ദ്രശേഖരന്റെ കേസിൽ എല്ലാ കൊലപാതകങ്ങളും ആസൂത്രിതമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉയർന്ന നേതാക്കന്മാരുടെ അറിവോടെ നടക്കുന്ന കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. അതൊന്നും അപ്രതീക്ഷിത സംഭവമായിട്ട് കാണാൻ കഴിയില്ല. അതുപോലും ന്യായീകരിക്കാൻ കോൺഗ്രസ് പാർട്ടി പറ്റില്ല. പക്ഷേ എല്ലാ കാലഘട്ടങ്ങളിലും കൊലപാതകങ്ങൾ ആസൂത്രിതമായി നടത്തിയ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടി മാത്രമാണ്. ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങനെ ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ നേരത്തെ ബോംബിന്റെ കാര്യം പറഞ്ഞല്ലോ, ആസൂത്രിതമായ കാര്യം പറയട്ടെ, ഞാനതിന് മറുപടി പറയാം. നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യത്തിനും മറുപടി ഉണ്ട്. ഞാൻ ഒരു പ്രത്യാപരോപണം കൊണ്ട് ഞാൻ മറയ്ക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ നോക്ക്, ലാൽജി കോളന്നൂർ കൊന്നത് കമ്മ്യൂണിസ്റ്റുകാരാ, കൊന്നത് RSSകാരാ, കൊന്നത് ലീഗുകാരാ, കൊന്നത് കോൺഗ്രസ് ആണ്. മധു ഈച്ചരത്ത് കൊന്നതാര്? കോൺഗ്രസ് ആണ്. ഹനീഫയെ കൊന്നതാര്? കോൺഗ്രസ് ആണ്. അതിൽ കോൺഗ്രസിന്റെ ഇന്ന് കേരളം ഭരിക്കുന്ന ഒരു മന്ത്രി. ഞാൻ പറഞ്ഞോട്ടെ, കൊലപാതക സംഭവങ്ങളോട് ആ പാർട്ടി സ്വീകരിക്കുന്ന സമീപനമാണ്. എന്ത് സമീപനം സ്വീകരിച്ചു? പരിശോധിക്കേണ്ടത്. ഞാൻ പറയട്ടെ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ചന്ദ്രശേഖരനെ തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. അതാണോ കോൺഗ്രസ് എടുത്തിരിക്കുന്നത്? അക്രമകാരികളോട് കോൺഗ്രസ് എടുക്കുന്ന നിലപാടാണോ? അക്രമകാരികളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു, മാറ്റി നിർത്തുന്നു. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഇവിടെ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ കൊലപാതകം നടത്തി വരാനാണ് പറയുന്നത്. കൊലപാതകം നടത്തി വന്നാൽ പാർട്ടി ടിക്കറ്റ് തരാമെന്നാണ് പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാമെന്നാണ് പറയുന്നത്. മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനാക്കാമെന്നാണ് പറയുന്നത്. അതാണോ CPM ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം? സജി ജോസഫ് അവസാനിപ്പിച്ചെങ്കിൽ ഞാൻ പറയാം. താങ്കൾ ഈ പറഞ്ഞല്ലോ, കേരളത്തിൽ ആര്യാട് മുഹമ്മദ് അങ്ങനെയാണെങ്കിൽ മത്സരിക്കുമായിരുന്നോ? ആര്യാട് മുഹമ്മദ് മത്സരിക്കുമായിരുന്നോ? ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എത്രയോ പേർക്ക് അങ്ങനെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പഞ്ചായത്തിലുണ്ട്. ഒരു CIT തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി എൻ്റെ പഞ്ചായത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട്. അതിൽ പ്രതിഷേധിച്ച് അയാൾക്ക് സീറ്റ് കൊടുത്തൽ പ്രതിഷേധിച്ച് അവിടെ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് ആ വാർഡിൽ റിബലായി മത്സരിക്കുന്നുണ്ട്. എൻ്റെ പഞ്ചായത്തിൽ എത്രയോ അനുഭവങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നല്ലോ. കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിന്ന് ആളുകൾ തന്നെയാണ്. താങ്കൾ പറഞ്ഞതിനെ ഞാൻ സഹിഷ്ണുതയോടെ കേട്ടല്ലോ ശ്രീ സജി ജോസഫ്. നേരത്തെ താങ്കൾ പറഞ്ഞു ബോംബ് നിർമ്മാണം കുടിൽ വ്യവസായം. ആരാ ബോംബ് നിർമ്മാണം കുടിൽ വ്യവസായമാക്കി മാറ്റിയത്? ഇന്ത്യ ടുഡേ ഒരിക്കൽ കേരളത്തിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തുവിട്ടല്ലോ. DCC ഓഫീസിലെ സ്റ്റാഫ് ഇന്റർവ്യൂ എടുക്കുകയാണ്. നിങ്ങളുടെ DCC ഓഫീസ്, താങ്കൾ കണ്ണൂരാണല്ലോ, കണ്ണൂരിലെ താങ്കൾ ഇരിക്കുന്ന DCC ഓഫീസ്, ആ DCC ഓഫീസിൽ ബോംബ് നിർമ്മാണമുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു വാർത്ത ആൾക്കാർ അറിയേണ്ടി വന്നിട്ടുണ്ടോ? ഇതാണ് നിങ്ങൾ ഈ വീണ്ടും പറയാണ്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ വല്ലാത്തൊരു ഒളിച്ചോട്ടാ ശ്രീ സജി ജോസഫ് നടത്തിയത്. ഞാൻ വീണ്ടും അതിൽ തന്നെ തിരിച്ചു പോവാണ്. ഞാൻ അതിൽ തന്നെ തിരിച്ചു പോവാണ്. നിങ്ങൾ മധു ഈച്ചരത്തിന്റെ കൊലപാതകത്തെ കുറിച്ച് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ തൃശ്ശൂരിൽ
ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ തൃശ്ശൂരിൽ ഏതെങ്കിലും ഒരു ബൂത്തിലിരിക്കേണ്ടിയിരുന്ന വോട്ടർമാരെ കോൺഗ്രസിന് വേണ്ടി ബൂത്തിലെത്തിക്കേണ്ടിയിരുന്ന മധു ഈച്ചരത്ത്, ലാൽജി കോളന്നൂർ, എന്തിനേറെ ഏറ്റവും കൂടുതൽ ഹനീഫ, അവർ പോലുമില്ല, അവരുടെ കുടുംബാംഗങ്ങളാണ്. ഹനീഫ എന്ന് പറയുന്ന പരമ്പരാഗത കോൺഗ്രസ് കുടുംബത്തിലെ ഒരു ഉമ്മയാണ് ഇന്നലെ പറയുന്നത് എൻ്റെ മകനെ എൻ്റെ കൺമുമ്പിലിട്ട് വെട്ടിക്കൊന്നു, അതിലെ പ്രതികളെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണ്. നിങ്ങൾ പറയുന്നു നിലപാട്. എന്താ നിങ്ങൾക്ക് നിലപാട്? നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങളിൽ എത്രയോ MLA മാരുണ്ട്. അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് ഹനീഫയുടെ ഉമ്മ, ഇപ്പോൾ വിജിലൻസ് ജഡ്ജി പറഞ്ഞാലും ഹൈക്കോടതിയിൽ നിന്ന് പരാമർശം വന്നാലും അഴിമതി ആരോപണം വന്നാലും നിങ്ങൾ മാറ്റി നിർത്താൻ പറയുന്നില്ലല്ലോ. പക്ഷെ ഒരു കൊലക്കേസിലെ പ്രതിയാണ് നിങ്ങൾ. എൻ്റെ മകനെ കൊന്നതിൻ്റെ ഗൂഢാലോചന ശ്രീ CN ബാലകൃഷ്ണന്റെ ഭാഗത്തുനിന്നാണ്. CN ബാലകൃഷ്ണനെ മാറ്റി വേറൊരു കോൺഗ്രസ്സുകാരനെ ആ സ്ഥാനത്ത് നിങ്ങൾ ഇരുത്ത്. എന്തേ നിങ്ങൾക്ക് അതിനുള്ള തൻ്റെ ഇടം വരുന്നില്ല? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് കൊലപാതകത്തെ സംബന്ധിച്ചും അക്രമത്തെക്കുറിച്ചും നിങ്ങൾ ഇത്തരത്തിലൊരു മാന്യമായ സമീപനമാണ് എടുക്കുന്നത്? എങ്ങനെ അവകാശപ്പെടാനാകും ശ്രീ സജി ജോസഫ് നിങ്ങൾക്ക്? തീർച്ചയായും സജി ജോസഫ് താങ്കൾക്ക് മറുപടി പറയാം. ആരോപണങ്ങൾ ഇക്കാര്യത്തിൽ പാടില്ല. ആ കൊലപാതകം സംബന്ധിച്ച് വളരെ കൃത്യമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികളല്ലാത്ത, തെളിവുകളില്ലാത്ത ആളുകളുടെ പേരിൽ അവരെ പ്രതികളാക്കാൻ പോലീസിന് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങളുടെ ആഗ്രഹമനുസരിച്ച്, CPM-ൻ്റെ നേതാക്കന്മാരുടെ ആഗ്രഹമനുസരിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും വിക്ടിമിൻ്റെ ആഗ്രഹമനുസരിച്ച് ചിലപ്പോൾ പ്രതി സ്ഥാനത്ത് ചിലപ്പോൾ നിർത്താൻ സാധിച്ചില്ലെന്ന് വരും. സാധിക്കില്ല. അവിടെ നമ്മൾക്ക് അങ്ങനെ ഒരു മുൻവിധിയോടുകൂടി ഇന്നയാൾ അവിടെ അത് പ്രതിയാകണം, മന്ത്രി പ്രതിയാകണം എന്ന നിലയിൽ അവിടെ ചർച്ചകൾ നിങ്ങൾ ഉയർത്തുന്നത്, ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്, അത് ഒരു 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 ശരിയായ നടപടിയല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇടപെടൽ അവിടെ സ്ഥാനമില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് സജി ദയവായി തുടരുക. അതായത് റഹീമും നിങ്ങളും പങ്കുവെക്കുന്ന ചില രാഷ്ട്രീയങ്ങൾ ഉണ്ട്. പക്ഷെ ഒരുപക്ഷെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നതിനതീതമായി അതിനെ കാണേണ്ടതില്ല എന്ന സജി ജോസഫിന്റെ വാദങ്ങളെ എന്തൊക്കെ നിരത്തിയാണ് ശ്രീ റഹീം താങ്കൾക്ക് ഖണ്ഡിക്കാനാകുക? ഒറ്റപ്പെട്ടെന്നല്ല, അദ്ദേഹം പറഞ്ഞല്ലോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരാളെ പ്രതിയാക്കാൻ പറ്റുള്ളൂ. ഞാൻ അത് അങ്ങനെ തന്നെ, അത് അദ്ദേഹത്തിൻ്റെ വാദമായി തന്നെ ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെ ഇരിക്കട്ടെ. എൻ്റെ മകനെ, കോൺഗ്രസ് പ്രവർത്തകനായ എൻ്റെ മകനെ കൊലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, കൊലപാതകത്തിൻ്റെ പിന്നിൽ ഗൂഢാലോചനയിൽ മന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ട് എന്നൊരു ആരോപണം വരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ആരോപണത്തിൻ്റെ നിഴലിൽ വന്ന ഒരു വ്യക്തിയെ എന്തുകൊണ്ട് മാറി നിൽക്കണം? നിങ്ങൾ എന്തുകൊണ്ട് മാറി നിൽക്കണം? അദ്ദേഹത്തോട് രാഷ്ട്രീയ വനവാസം, രാഷ്ട്രീയമേ ഉപേക്ഷിച്ചു പോകാനല്ല, നിങ്ങളൊന്ന് മാറി നിൽക്ക് എന്ന് പറഞ്ഞ് ആ സ്ഥാനത്തേക്ക് വേറൊരാളെ വെക്കാൻ കോൺഗ്രസ് പ്രവർത്തകരുടെയെങ്കിലും വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാൻ KPCCക്ക് സാധിക്കുന്നില്ല. അതിനാർജവുമില്ലാത്ത KPCCയുടെ പ്രതിനിധിയായിട്ടാണ് ശ്രീ സജി ജോസഫ് ഈ ചർച്ചയിൽ പറയുന്നത് ഞങ്ങൾ കൊലപാതകങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ കൊല ചെയ്യപ്പെടുമ്പോൾ പോലും നിങ്ങൾക്ക് വിട്ടുവീഴ്ചയുള്ള സമീപനമാണ്, വിട്ടുവീഴ്ചയാണ് നിങ്ങൾ കാണിക്കുന്നത്, അല്ലാതെ ആത്മാർത്ഥമായ സമീപനം കാണിക്കുന്നില്ല. ഹനീഫ വധക്കേസിൽ എന്തുകൊണ്ട് ഗൂഢാലോചനയുടെ ഭാഗത്തേക്ക് നിങ്ങൾ പോകുന്നില്ല? ഗൂഢാലോചന ഉണ്ടായിട്ടില്ല എന്ന് സജി ജോസഫിന് അഭിപ്രായമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഹനീഫയുടെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായത്തിന് ഘടകവിരുദ്ധമാണ്. നിങ്ങൾ പറയുന്നു നിങ്ങൾ പിരിച്ചുവിട്ട ബ്ലോക്ക് പ്രസിഡന്റ്. എന്ത് നിങ്ങൾ പിരിച്ചുവിട്ടു? അവരുടെ പിടിപ്പ് കേടുകൊണ്ട്, അവരുടെ ഗൂഢാലോചന കൊണ്ട്, അവർക്കിതിൽ ബന്ധമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ നിങ്ങൾ പിരിച്ചുവിട്ടത്. ഇനി അതല്ല എന്ന് നിങ്ങൾ വാദത്തിന് വേണ്ടി പറയാമെങ്കിലും ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഈ പറയുന്ന ഗൂഢാലോചന ഭാഗത്തേക്ക്, ഹനീഫ വധക്കേസിൻ്റെ പിറകിൽ ഗൂഢാലോചന നടന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ നിങ്ങൾ കഴിയോ?